എൻ്റെ പരിചയത്തിലൊരു വാശിക്കാരി ഉണ്ടായിരുന്നു. വേണമെന്ന് വിചാരിച്ച കാര്യം നടത്താൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നൊരു വാശിക്കാരി. നിരാഹാര സമരം, കണ്ണീരൊഴുക്കൽ, വാതിലടച്ച് കുത്തിയിരിക്കൽ, ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് നനഞ്ഞ് താഴെ കിടന്ന് കരയൽ, ഇതൊക്കെയായിരുന്നു മെയിൻ അടവുകൾ. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കണമെങ്കിൽ ഏതറ്റം വരെയും പോകുന്നൊരു വാശിക്കാരി. വേറെ ആരല്ല, ഞാൻ തന്നെ. ഇപ്പോഴല്ല, കുറേ മുമ്പ് എൻ്റെ മുന്നിൽ ഞാൻ വാശി കാണിച്ചിരുന്ന ഏറ്റവും മുന്തിയ ഇനം രണ്ടാൾക്കാരാണ് എൻ്റെ അമ്മയും എൻ്റെ അപ്പനും. കാരണം ഞാൻ ഈ വാശി കാണിക്കുന്നതിൽ അവർ തോൽക്കും എന്നെനിക്ക് 101% ഉറപ്പാണ്. വേറെ ഒരാൾക്കാരുടെ കയ്യിലും എൻ്റെ ഈ വാശി വില പോയിട്ടില്ല. അവിടെ മാത്രമേ ഞാൻ വിജയിച്ചിട്ടുള്ളൂ, എൻ്റെ വീട്ടിൽ. അത് നല്ലോണം അറിയാവുന്നതുകൊണ്ട് വാശി കാണിക്കാൻ ഞാൻ ഒറ്റ ഒരു ചാൻസ് പോലും ഞാൻ വിട്ടിട്ടില്ല. എവിടെയൊക്കെ വാശി കാണിക്കാമോ അവിടെയൊക്കെ വാശി കാണിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഹരമായിരുന്നു, വാശി കാണിച്ച് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത്. എൻ്റെ അമ്മയും അപ്പയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞ തീരുമാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞിലോട്ട് എൻ്റെ അമ്മ അപ്പ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നെന്നും അവരെനിക്ക് വേണ്ടി എടുത്ത 1-2 തീരുമാനങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ശരിയെന്നും മനസ്സിലാക്കാൻ എനിക്ക് 10-30 വയസ്സാവേണ്ടി വന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ചെയ്തോ അമ്മ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് അമ്മ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക പുളകം വരുമായിരുന്നു. ആ പ്രായത്തിൽ അമ്മേനോട് പറയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു അമ്മയാകുമ്പോൾ പഠിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ പുച്ഛിച്ച് തള്ളി. ഞാനൊരു അമ്മയാകുമ്പോൾ ഞാൻ നല്ല പാരൻറ്റിങ് ആയിരിക്കും ചെയ്യുക, ഇതേപോലത്തെ പാരൻറ്റിങ് അല്ല, അമ്മയ്ക്ക് എന്തറിയാമെന്ന്. ഇന്ന് എൻ്റെ മോള് അവളൊന്ന് വഴക്ക് പറഞ്ഞാലോ അവളൊന്ന് തുറിച്ച് നോക്കിയാലോ ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കാതെ മോന്തയും വീർപ്പിച്ചിരിക്കുന്ന കാണുമ്പോൾ ഐ സീ മീ ഇൻ ഹർ. അമ്മ പറഞ്ഞതൊക്കെ പൊന്നായി. അമ്മ പറഞ്ഞ പോലെ ദേ ഇരിക്കുന്നു ഞാൻ, പണ്ടത്തെ ഞാൻ. എന്നെ നാട്ടുകാരും വീട്ടുകാരും എന്തൊക്കെ പറഞ്ഞാലും, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ചീത്തയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ആ അമ്പുകളൊക്കെ എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് തറയ്ക്കാതെ ഒന്നും എൻ്റെ നെഞ്ചത്ത് കുത്തിക്കൊണ്ടിട്ടില്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും നെഞ്ചും വിരിച്ച് എല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്മ. ആ അമ്പുകളെല്ലാം അമ്മയുടെ നെഞ്ചത്തേക്കായിരുന്നു കുത്തി കയറിയത്. എൻ്റെ നെഞ്ചത്തേക്ക് അത് ഒരെണ്ണം പോലും അറിയാതെ തറയ്ക്കാൻ പോലും അമ്മ സമ്മതിച്ചിട്ടില്ല. എന്നിട്ടും എന്നോടൊരു പരാതിയോ പരിഭവോ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എവ്രി മദർ ട്രസ്റ്റ് ദെയർ ഡോട്ടർ ആൻഡ് സൺ ബ്ലൈൻഡ്ലി. എൻ്റെ അമ്മ എന്നെ വിശ്വസിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്താലും നല്ലതായിരിക്കും എന്ന് അമ്മ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റാണെന്ന് വേറെ ആര് പറഞ്ഞാലും അമ്മ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല.